അപ്പോൾ കൃഷ്ണ തുംഗഭദ്ര ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥലമാണ് വിജയനഗര. അതുപോലെ ഹംപി എന്ന് പറയുന്ന ഒരു ലോക്കൽ മദർ ഗോഡസ് ഉണ്ട്, പമ്പാദേവി. ഓക്കെ, ആ പമ്പാദേവിയുടെ പേരാണ് ആക്ച്വലി ഹംപി ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ഓറൽ ട്രഡീഷൻസ്, ആർക്കിയോളജിക്കൽ ഫൈൻഡ്സ് ഇതൊക്കെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു എംപയർ ആണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കോളൽ മക്കിൻസി, ഓക്കെ, നമ്മൾ മക്കിൻസി ഒരു കമ്പനി ഉണ്ട്, ഞാൻ പണ്ട് ആദ്യം അപ്ലൈ ചെയ്ത കമ്പനി അതായിരുന്നു. കേളൻ മക്കിൻസി എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആൻറ്റിക്വേറിയൻ ആണ് ഈ ഒരു ഹംപി എന്ന് പറയുന്ന സംഭവം 1800s കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഒരു എംപയർ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സർവേയർ ഒരു ആളായിരുന്നു, ഒരു എംപ്ലോയി ആയിരുന്ന സ്ഥിതിക്ക് പുള്ളി ഒരു സർവേ മാപ്പ് നടത്തിയായിരുന്നു. അങ്ങനെയാണ് പുള്ളി കണ്ടത്. ഓക്കെ, വിരൂപക്ഷ ടെമ്പിളും പമ്പാദേവിയുടെ ഷ്രൈനിൻ്റെ പ്രീസ്റ്റ് അവിടുത്തെ ഉണ്ടായിരുന്ന സന്യാസിമാരെന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ് പുള്ളി ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. 1856 തൊട്ട് ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി, അന്ന് റെക്കോർഡ്സ് എടുക്കാൻ തുടങ്ങി. 1836 എപ്പിഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോണിലൊക്കെ എഴുതത്തില്ലേ, ആ സാധനത്തിനെ ഡെസിഫർ ചെയ്തെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് കണ്ടെത്തിയെടുക്കുന്ന ആൾക്കാരെയാണ് എപ്പിഗ്രഫിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്പിഗ്രഫിസ്റ്റ് 1836 വന്നതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഹംപിയുടെ ടെമ്പിളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അങ്ങനെയാണ് ഇങ്ങനെ കണ്ടെത്തിയാണ് ഇങ്ങനൊരു സിറ്റി അവിടെ ഉണ്ടായിരുന്നെന്ന് തന്നെ മനസ്സിലാക്കി എഴുതുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി ഒരു വളരെ ലിറ്ററേച്ചർ, നമ്മൾ പറയുകയാണെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലായാലും കൾച്ചറിൻ്റെ കാര്യത്തിലായാലും ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലായാലും വിജയനഗര ഹാസ് എ സ്പെസിഫിക് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? തെലുങ്ക്, കന്നഡ, തമിഴ്, സാൻസ്ക്രിറ്റ് ആ സമയത്തുണ്ടായിരുന്ന വലിയ വലിയ ട്രാവലേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് കേളൻ മക്കിൻസി നോക്കാം. കേളൻ മക്കിൻസി എന്ന് പറയുന്നത് ഹി വാസ് ദ ഫസ്റ്റ് സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മുടെ NCERT ബോക്സസ് ഓരോ വരികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് NCERT തന്നെ എടുത്ത് പഠിച്ചത്. 1754 പുള്ളി ജനിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ബിക്കം എൻ എഞ്ചിനീയർ, സർവേയർ ആൻഡ് കാർട്ടോഗ്രാഫർ. 1815 സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് പുള്ളി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. 1815 ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുള്ളി ഈ നമ്മുടെ വിജയനഗര എംപയറിനെ പറ്റി വർണ്ണിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് കസ്റ്റംസും ട്രൈബ്സ് ഓഫ് നേറ്റീവ്സ് ഒക്കെ വെച്ചിട്ടാണ് പുള്ളി കണ്ടെത്തിയത്. ഓക്കെ, ഇത് നമ്മുടെ മെക്കിൻസിയുടെ ഫോട്ടോയാണ് കേട്ടോ. ഇത് മെക്കിൻസിയാണ്. മെക്കിൻസിയുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കിസ്തൻജിയാണ്, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന കിസ്തൻജിയാണ്. ഒരു ടെലസ്കോപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കിസ്തൻജിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പുള്ളിയുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബ്രാഹ്മണ അസിസ്റ്റൻസ് ആണ് ജൈന പണ്ഡിറ്റും പിന്നെ തെലുങ്കു ബ്രാഹ്മണനായ കോവൽറി വെങ്കട്ട് ലക്ഷ്മിയ. ഇവർ രണ്ടുപേരുമാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് രായാസ്, നായക്സ് ആൻഡ് സുൽത്താൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1336 ഹരിഹരയും ബുക്ക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വേർഡ്, ഹരിഹര ആൻഡ് ബുക്ക. ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആയിരുന്നു. ഈ ബ്രദേഴ്സാണ് വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തത്. ആൻഡ് ദിസ് എംപയർ ഇൻക്ലൂഡഡ് വിത്തിൻ ദിസ് ഫ്ലക്ച്വേറ്റിംഗ് ഫ്രോണ്ടിയേഴ്സ് പീപ്പിൾസ് ഹു സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് ഫോളോ ഡിഫറെൻറ്റ് റിലീജിയസ് ട്രഡീഷൻസ്. ഒരുപാട് റിലീജിയൻസ്. അപ്പോൾ ഒരുപാട് റിലീജിയസ് ട്രഡീഷൻസ് ഉണ്ടായെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ ഒരു സെക്യുലർ ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് നോർത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെക്കൻ സുൽത്താൻസ് ആണ് വരുന്നത്. നോർത്തിൽ ഡെക്കൻ സുൽത്താൻസും അതുപോലെ തന്നെ ഗജപതി റൂളേഴ്സ് ഓഫ് ഒഡീഷ. ഇവിടെ ഡെക്കൻ സുൽത്താൻസും ഇവിടെ ഗജപതി റൂളേഴ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇവരുടെ മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ. അറ്റ് ദ സെയിം ടൈം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ് ലെഡ് ടു ഷെയറിംഗ് ഓഫ് ഐഡിയാസ്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ബിൽഡിംഗ് ടെക്നിക്സും കൺസെപ്റ്റ്സും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒറീഷ്യയിൽ പോയി നോക്കുമ്പോൾ ഒഡീഷയിൽ കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് ടെമ്പിൾസൊക്കെ നമ്മൾ നോക്കുമ്പം ഈ ഹംപിയുടെ പോലത്തെയൊക്കെ നമുക്ക് തോന്നും. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എ കോൺഗ്ലോമറേഷൻ ഓഫ് കൾച്ചർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി കർണാടക സാമ്രാജ്യം. അതായത് നമ്മൾ ഹിസ്റ്റോറിയൻസിനൊക്കെ നമ്മൾ വിജയനഗര എംപയർ എന്ന് പറയുന്നെങ്കിൽ പോലും ഹിസ്റ്റോറിയൻസ് അതിനെ പറയുന്നത് കർണാടക സാമ്രാജ്യമു എന്നാണ്. കർണാടക സാമ്രാജ്യമു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇസ് അബൌട്ട് ദി ബൃഹദേശ്വര ടെമ്പിൾ ഓഫ് തഞ്ചാവൂർ. അപ്പോൾ നമ്മൾ നേരെ ഗോപുരത്തിലേക്ക് പോവുകയാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ഗോപുരം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദി ടെമ്പിൾ വിച്ച് വി ആർ ഫോക്കസിങ് ഓൺ. നമ്മൾ ഇതിൻ്റെ ഗോപുരത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ചെയ്തത് വിജയനഗരയുടെ ടൈമിലാണ് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ കുറച്ച് ഐഡിയാസ് ഇതിൽ കോൺഗ്ലോമറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഗജപതി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഗജപതിനെ ഒറീസയിലുള്ള ഒരു കൈൻഡ് ഓഫ് റൂളേഴ്സാണ് ഗജപതി റൂളേഴ്സ്. ഗജപതി മീൻസ് ലോർഡ് ഓഫ് എലിഫൻസ്. അപ്പോൾ അവിടുത്തെ ഒഡീഷയിൽ 15th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന റൂളേഴ്സാണ് ഗജപതി റൂളേഴ്സ്. അതുപോലെ തന്നെ ഡെക്കൻ സുൽത്താൻസിനെ അശ്വപതി എന്നാണ് പറയുന്നത്. അശ്വപതി. ഓക്കെ, അല്ലെങ്കിൽ ലോർഡ് ഓഫ് ഹോഴ്സസിൻ്റെ ദൈവം. റായാസ് ഉണ്ടായിരുന്നു. റായാസിനെ പറയുന്ന പേര് നരപതി അല്ലെങ്കിൽ ലോർഡ് ഓഫ് മെൻ. ഓക്കെ, അപ്പോൾ ഗജപതി ഉണ്ടായിരുന്നു, അശ്വപതി ഉണ്ടായിരുന്നു, നരപതി ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ആൾക്കാരും ആ സമയത്ത് ഉണ്ട്. അതാണ് എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് മെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചോള സമയത്ത് ഒരുപാട് ആ സമയത്താണ് ഈ ചോള എംപയർ ഡെവലപ്പ് ആകുന്നത്. ഹോയസാല എംപയേഴ്സ് ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ റൂളിംഗ് എലൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ തഞ്ചാവൂരിൽ ബൃഹദേശ്വര ടെമ്പിളിൽ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെന്നകേശ്വര ടെമ്പിൾ ബേലൂർ അവിടെയും ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂളേഴ്സ് ഓഫ് വിജയനഗര ഹു കോൾ ദംസെൽസ് റായാസ്. അപ്പോൾ നമ്മൾ വിജയനഗര എംപയേഴ്സിന് സ്വന്തമായിട്ട് നമ്മൾ പറയില്ലേ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത് പറയില്ലേ, അതുപോലെ സ്വന്തമായിട്ട് വിളിച്ച പേരാണ് റായാസ്. അപ്പോൾ റായാസ് ശരിക്കും പറഞ്ഞാൽ ലോർഡ് ഓഫ് മെൻ അല്ലേ. ലായാസ് സ്വന്തമായിട്ട് വിളിക്കുന്ന പേര് റായാസ് എന്നാണ് സ്വന്തമായിട്ട് വിളിക്കുന്നത്. അതിൻ്റെ മീനിങ് നരപതി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നരപതി മീൻസ് ലോർഡ് ഓഫ് മെൻ. മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് ഇവിടെ ആന, ഇവിടെ കുതിര, ഇവിടെ മനുഷ്യൻ. മനസ്സിലായല്ലേ? സോ ഗജപതി, അശ്വപതി ആൻഡ് നരപതി. ഓക്കെ, ഇങ്ങനെയൊക്കെ മനസ്സിൽ മൈൻഡ് മാപ്പ് വെച്ച് പഠിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, യു ഹാവ് ടു കണക്ട് ദ മൈൻഡ് മാപ്പ് ആൻഡ് സ്റ്റഡി. ഓക്കെ, എവിടെയൊക്കെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ആഡ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവർ യുദ്ധം ചെയ്തിരുന്നത്? കാവൽറി ആയിരുന്നു ഇവരുടെ മെയിൻ ഐറ്റം. ഓക്കെ, കാവൽറിയാണ് മെയിൻ. ഇവർ അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈവൽ കിങ്ഡംസ് ഒക്കെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമൊക്കെ ഈ ഒരു ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്നത് അറബ് ആൾക്കാരാണ്. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ് കുടിറൈ ചെട്ടീസ് അല്ലെങ്കിൽ ഹോഴ്സ് മെർച്ചൻസ്. അവരും ഈ എക്സ്ചേഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുതിരൈ ചെട്ടി, നമ്മുടെ കുതിരൈ എന്ന് പറയില്ല, കുതിര എന്ന് പറയുന്നത് തമിഴാണ്. കുതിരൈ എന്നാകുമ്പോൾ തെലുങ്ക് ആവും. ഓക്കെ, കുതിര തമിഴല്ല കേട്ടോ, കുതിരൈ തെലുങ്കാണെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ 1498 നമ്മളെ ഏറ്റവും അടിപൊളി സംഭവമാണ് എന്ത്? യൂറോപ്യൻകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയം, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അപ്പോൾ ആ സമയത്താണ് പോർച്ചുഗീസ് നമ്മുടെ കേരളത്തിൽ വരുന്നതും അവർ ഒരുപാട് ട്രേഡിങ്ങും മിലിറ്ററി സ്റ്റേറ്റ്സും കൊണ്ടുവരുന്നത്. അപ്പോൾ സുപ്പീരിയർ മിലിറ്ററി ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഇവരാണ് മസ്കറ്റ്. നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വാർഫെയറിൽ നമ്മൾ തലയിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്, അതുപോലെ ഡ്രസ്സിൽ മണ്ടയിൽ വെക്കുന്ന സാധനമുണ്ട്. ഇപ്പോഴത്തെ ബുള്ളറ്റ് പ്രൂഫ് ഷീറ്റിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നത് മസ്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടോം ആൻഡ് ജെറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ടോം ഇതിനിടയിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോവും, ജെറി ഇതിനിടയിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോവും, ആൻഡ് ടോം വിൽ കം ആഫ്റ്റർ ഹിം. അപ്പോൾ ഇറ്റ് ഈസ് അമേസിങ് അല്ലേ? അപ്പോൾ മസ്കറ്റ്സ് അന്നത്തെ ടെക്നോളജിയൊക്കെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ വളരെയധികം ബാധിച്ചു. കാരണം യൂറോപ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അടിപൊളി ട്രെയിൻഡ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇൻ ഫാക്ട് വിജയനഗര ഓൾസോ നോട്ടഡ് ഫോർ ഡീലിംഗ് ഇൻ സ്പൈസസ്. ആക്ച്വലി നമ്മൾ വിചാരിച്ചിരിക്കുന്ന കേരള ഈ ഒരു സൈഡാണ്, പക്ഷെ അല്ല, അപ്പുറത്തെ സൈഡ് വിജയനഗര സൈഡും എന്താണ് സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, സ്റ്റോൺസ് ഇതിനൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് എന്ന് പറയുന്ന ആ സമയത്ത് സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. ഓക്കെ, കാരണം എത്രമാത്രം ട്രേഡ് നടക്കുന്നു അത്രയും വെൽത്തി പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും, വെൽത്തി ആൾക്കാരുണ്ടായിരിക്കും, എക്സോട്ടിക് ഗുഡ്സ് വരും, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറേ റവന്യൂവും കിട്ടും. അത് സ്റ്റേറ്റിൻ്റെ പ്രോസ്പെരിറ്റിയും വളരെ രീതിയിൽ ബാധിക്കും. ഇനി അപ്പോജി ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് എംപയർ. അപ്പോൾ നമ്മുടെ ഒരുപാട് പൊളിറ്റിക്സ്, ഒരുപാട് ആൾക്കാർ, പവർ, ഞാൻ പറയില്ലേ, ഈ അധികാരം കുറച്ച് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വീണ്ടും അധികാരത്തിനോട് ഭ്രമമാണ്. അപ്പോൾ അങ്ങനെ അധികാരം വന്നപ്പോഴത്തേക്കും മിലിറ്ററി കമാൻഡേഴ്സിനും റൂളിംഗ് ലീനേജിനും പ്രശ്നമായി. അങ്ങനെ ഇതിൽ നിന്ന് വന്ന ഫസ്റ്റ് ഡൈനസ്റ്റിയാണ് സംഗമ ഡൈനസ്റ്റി. ഓക്കെ, അത് 1485 വരെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. സംഗമയ്ക്ക് ശേഷം വരുന്നതാണ് സാലുവ. ഓക്കെ, ഈ സാലുവ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മിലിറ്ററി കമാൻഡേഴ്സ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് തുളുവയിലാണ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണദേവരായ. ഇത് LDC ക്വസ്റ്റ്യൻ ആണ്, കൃഷ്ണദേവരായ. ഓക്കെ, അപ്പം സംഗമ ഡൈനസ്റ്റി 1485 വരെ, സുലുവ ഡൈനസ്റ്റി 1503 വരെയാണ്.
അല്ല, സുലുവ ഡൈനസ്റ്റി 1503 വരെ ഉണ്ടായിരുന്നു. അപ്പം തുളുവ ഡൈനസ്റ്റി സ്റ്റാർട്ട് ചെയ്തത് 1503. ഓക്കെ, ആ രീതി. കൃഷ്ണദേവരായ വാസ് എന്താ പറയുക, നമ്മളെ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ അയാളുടെ സമയത്താണ് നമ്മുടെ എന്താ പറയുക ബാൽബനെ പോലെ അല്ലെങ്കിൽ ഇൽട്ടുമിഷിനെ പോലെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടന്നൊരു സമയം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് റായ്ചൂർ ദ്വാബ് എന്ന് പറയും. അതായത് തുംഗഭദ്രയും കൃഷ്ണ റിവറും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുംഗഭദ്ര കൃഷ്ണ റിവർ, അതിൻ്റെ ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് റായ്ചൂർ ദ്വാബ്. അപ്പോൾ ഈ റായ്ചൂർ ദ്വാബിനെ അക്വയർ ചെയ്ത സമയം 1512 റായ്ചൂർ ദ്വാബ് തുളുവ ഡൈനസ്റ്റിയിലെ രാജാവായ കൃഷ്ണദേവരായ അക്വയർ ചെയ്തത്. ആ സമയത്ത് റൂളേഴ്സ് ഓഫ് ഒറീസ വെർ സബ്ഡ്യൂഡ്. 1514 അവരെന്ത് ചെയ്തു, അവരെ നമ്മൾ അടിച്ചൊതുക്കി. നമ്മളല്ല, വിജയനഗരക്കാർ അടിച്ചൊതുക്കി. സിവിയർ ഡിഫീറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം സുൽത്താൻ ഓഫ് ബിജാപൂരിലും ആ സമയത്ത് വളരെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കാരണം നമ്മൾ അറൈവൽ ഓഫ് ഇന്ത്യയിലെ യൂറോപ്യൻസിൻ്റെ അറൈവൽ ഈ പുള്ളിക്കാരൻ്റെ പ്രസക്തി വളരെ അധികമാണ്. ഓക്കെ, അതായത് ഈ പുള്ളിക്കാരൻ്റെ നിന്നാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ യുദ്ധമല്ലാതെ കരാർ എഴുതി ഒരു യൂറോപ്യൻ കൺട്രിയുടെ കയ്യിൽ നമ്മുടെ ഇന്ത്യയുടെ ഗോവ എന്ന് പറയുന്ന ഭാഗം പോകാനുള്ള കാരണം സുൽത്താൻ ഓഫ് ബിജാപൂറാണ്. അപ്പം അവിടെ ഒരു വൺ ഫെയിലിയർ ഉണ്ടായത് നമ്മൾ പിന്നെ പഠിക്കും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് റായ്ചൂർ ദ്വാബ് നമ്മളെ കൃഷ്ണദേവരായ ഏറ്റെടുത്തു. അതിനുശേഷം ഒറീസയിലെ റൂളേഴ്സിനെ അവരടിച്ചൊതുക്കി. ആരടിച്ചൊതുക്കി? കൃഷ്ണദേവരായ അടിച്ചൊതുക്കി. ആ സമയത്ത് തന്നെയാണ് സുൽത്താൻ ഓഫ് ബിജാപൂരിൽ 1520 ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട്, എന്നിരുന്നാൽ പോലും കിങ്ഡം വാസ് വെരി കോൺസ്റ്റൻറ്റ്. ഭയങ്കര സ്റ്റേബിളായ ഒരു കിങ്ഡം ആയിരുന്നു. ഒരുപാട് പീസും ഒരുപാട് പ്രോസ്പെരിറ്റിയും ഉള്ള ഒരു കിങ്ഡം ആയിരുന്നു. മാത്രമല്ല ഒരുപാട് ഫൈൻ ടെമ്പിൾസ്, ഗോപുരംസ്, സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ ഗോപുരംസ് ഒക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ ഫൗണ്ടഡ് സബർബൻ ടൗൺഷിപ്പ് നിയർ വിജയനഗര കോൾഡ് നഗലപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം പുള്ളി ടൗൺഷിപ്പായിട്ട് പ്രഖ്യാപിച്ചു ആഫ്റ്റർ ഹിസ് മദർ. സം ഓഫ് ഹിസ് മോസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് പുള്ളിക്കാരുടെ വിജയനഗരയുടെ ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പുള്ളിയുടെ സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിജയനഗര എംപയർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരാളേ ഉള്ളൂ, കൃഷ്ണദേവരായ അല്ലേ. അപ്പം അത് ബിക്കോസ് ഓഫ് അയാളുടെ ആ ഒരു എന്താ പറയുക സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഓക്കെ, ഇനി കൃഷ്ണദേവരായ പറ്റി കുറച്ച് നോക്കാം. ഓക്കെ, കൃഷ്ണദേവരായ വാസ് ദി മോസ്റ്റ് ഫേമസ് റൂൾ ഓഫ് വിജയനഗര. അദ്ദേഹത്തിനെ പറ്റിയൊരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് തെലുങ്കിലുണ്ട്. അതിൻ്റെ പേരാണ് അമുക്ത മല്യാട. അപ്പോൾ ഈ അമുക്ത മല്യാട ആരെ പറ്റിയിട്ടാണ്, ആരുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് കൃഷ്ണദേവരായ. ഓക്കെ, കൃഷ്ണദേവരായ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ പറ്റി, പുള്ളിയുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്നത്. എ കിങ് ഷുഡ് ഇംപ്രൂവ് ഹിസ് ഹാർബേഴ്സ് ഓഫ് ഹിസ് കൺട്രി ആൻഡ് സോ എൻകറേജ് ഇറ്റ്സ് കമേഴ്സ് ദാറ്റ് ഹോഴ്സസ്, elephants, precious gems, sandalwoods, pearls and other articles are freely imported. He should arrange that the foreign sailors who land in country on account of storms, illness and excursions are looked after in a suitable manner. Make the merchants of the distant foreign countries who import elephants and good horses be attached to yourself by providing them with daily audience, presents and allowing decent profits. Then those articles will never go to your enemies. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതായത് ഒരു കിങ്, ഒരു രാജാവ് അവരുടെ അവരുടെ കൺട്രിയുടെ ഹാർബേഴ്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, ഹോഴ്സസിനെയും എലിഫൻറ്റിനെയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം. ഇത് ഫ്രീലി ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ബഹുമാനിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, അതുപോലെ കൊടുക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവർ നമ്മുടെ എനിമി ആവില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനം എനിമിയുടെ കയ്യിൽ പോകത്തില്ല. മനസ്സിലായല്ലേ? അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് വാസ് ബിക്കം എ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് കൺട്രി. ഓക്കെ, അത് നമുക്കിന്ന് മനസ്സിലായി. ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ട് വരികയാണ്. കൃഷ്ണദേവരായയുടെ ഡെത്ത് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, it made a lot of loss to the kingdom. 1529 അത് കഴിഞ്ഞു. അതിനുശേഷം ഇയാളുടെ സക്സസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നായകാസ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ചീഫ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. 1542 വേറൊരു റൂളേഴ്സിൻ്റെ കയ്യിൽ പോയി. അതായത് തുളുവ ഡൈനസ്റ്റിക്ക് ശേഷം പിന്നെ വേറൊരു കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റൂളിംഗ് ലീനേജിലേക്ക് പോയി, അരവീഡ്. ഓക്കെ, അരവീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പോയി. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരീഡ് മിലിറ്ററി അംബിഷൻസ് ഓഫ് ദി റൂളേഴ്സ് ഓഫ് വിജയനഗര ആസ് വെൽ ആസ് ദോസ് ഓഫ് ഡെക്കാൻ സഡൻ ഷിഫ്റ്റിംഗ് അലൈൻമെൻറ്റ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുൽത്താനേറ്റ്സ് വിജയനഗരയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയാൻ തുടങ്ങി ആ സമയത്ത്. 1565 രാമരായ, ചീഫ് മിനിസ്റ്റർ ഓഫ് വിജയനഗര, ലെഡ് ദി ആർമി ഓഫ് ബാറ്റിൽ അറ്റ് രാക്ഷസി തങ്കാടി അല്ലെങ്കിൽ തളിക്കോട്ട.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1565 ആ വാർ ഓഫ് തളിക്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്, ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഹാപ്പൻ ഇൻ 1565. അത് രാമരായ, വിജയനഗരയുടെ മന്ത്രിയായ രാമരായ രാക്ഷസ തങ്ങാടി എന്ന് പറയുന്ന സ്ഥലം, തളിക്കോട്ടയിലേക്ക് ആർമിയെ നയിച്ചു കൊണ്ടുപോയതാണ്. അവിടെ നമ്മുടെ വിജയനഗര എംപയർ വാസ് ടാർണിഷ്ഡ് ബൈ ദി കമ്പൈൻഡ് ആർമി ഓഫ് വിജാപൂർ, അഹമ്മദനഗർ ആൻഡ് ഗോൽക്കൊണ്ട. ഇവർ മൂന്നുപേരുടെ ഒന്നിച്ച് നിന്ന് നമ്മുടെ വിജയനഗര എംപയറിനെ തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലാഘോഷം ഈ ബിജാപൂർ, അഹമ്മദ്നഗർ, ഗോൽക്കൊണ്ടയിലൊക്കെ ഒരുമിച്ച് അവർ നിന്നതല്ലേ. അപ്പോൾ അവർ ജയിച്ചതിൻ്റെ ആ ഒരു വാശി തീർത്തത് ഈ വിജയനഗര സിറ്റീനെ ഫുൾ സാക്ക് ചെയ്ത് കുളമാക്കി അതിനെ പെറിഷ് ചെയ്തെന്ന് പറയില്ലേ, അവർ അതിനൊരു പരുവാക്കി എന്ന് പറയില്ലേ. സോ ദാറ്റ് വാസ് ഇറ്റ്. ഓക്കെ, ഇത് നമ്മുടെ 14th സെഞ്ച്വറിയിലെ 14 to 18 സെഞ്ച്വറിയിലെ ഇന്ത്യയാണ്. ഓക്കെ, ആ സമയത്തെ എംപയറിൻ്റെ കാര്യങ്ങളാണ്. തുംഗഭദ്ര കണ്ട, കൃഷ്ണ തുംഗഭദ്ര, അതിനിടയ്ക്കുള്ള ഈ സ്ഥലമാണ് റായ്ചൂർ. ഓക്കെ, ഈ മാപ്പൊക്കെ നമ്മുടെ UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. എനിവേ, അതിനുശേഷം പേനുകൊണ്ട എന്ന ഒരു റൂളർ, പിന്നെ അതിനുശേഷം ചന്ദ്രഗിരി, തിരുപ്പതി എന്നൊരു റൂളേഴ്സ്, ഇങ്ങനെയായിരുന്നു അത് പോയിക്കിടുന്നത്. അപ്പോൾ സുൽത്താൻസിൻ്റെ ആർമിയാണ് ശരിക്കും പറഞ്ഞാൽ വിജയനഗര എംപയർ തീർത്തത്. പക്ഷേ നമ്മുടെ ഈ രാജാസിനെയും ഈ സുൽത്താൻസിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ റിലേഷൻ വാസ് നോട്ട് ഹോസ്റ്റൈൽ. ഓക്കെ, എപ്പോഴും അടിയാകുന്നതല്ല, പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് റിലീജിയസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ദേ വർ വെരി ഗുഡ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ചിലവർ സുൽത്താനേറ്റ്സിൻ്റെ പവർ ആണെന്നും പറഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഓക്കെ, യാവന കിങ്ഡത്തിൻ്റെ എസ്റ്റാബ്ലിഷർ എന്ന് പറഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ സുൽത്താൻ ഓഫ് ബിജാപൂർ ഇൻ്റർവീൻഡ് ഇൻ റിസോൾവ് സക്സഷൻ ഡിസ്പ്യൂട്ട്സ് ഇൻ വിജയനഗര ഫോളോഡ് ബൈ ദ ഡെത്ത് ഓഫ് കൃഷ്ണദേവരായ. അപ്പോൾ ബിജാപൂരിലെ സുൽത്താൻ ഓടി വന്നിട്ട് ഞാൻ നിങ്ങൾ രക്ഷിക്കാം, ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇൻഫാക്ട് വിജയനഗര കിങ്സ് വെർ കീൻ ടു എൻഷുർ ദി സ്റ്റെബിലിറ്റി ഓഫ് സുൽത്താനേറ്റ്സ് ആൻഡ് വൈസ് വേഴ്സ. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടിയും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ്, അതായത് രാമരായയുടെ ഒരു അഡ്വഞ്ചറസ് പോളിസി ഉള്ളത് കൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞത്. ഓക്കെ, യവന എന്ന് പറയുന്നത് ഗ്രീക്കിൽ നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ യവന എന്ന് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? നോർത്ത് വെസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ യവന എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യവന. ഓക്കെ, അപ്പോൾ രായാസ് ആൻഡ് നായക്സ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എമംഗ് ദോസ് ഹൂ എക്സൈസ് പവർ ആൻഡ് എംപയർ വെർ മിലിറ്ററി ചീഫ്സ് ആണ് ഏറ്റവും കൂടുതൽ പവർ എക്സേർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ചീഫ്സ് എന്ത് ചെയ്തു, ഒരു ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് പോകും, അതിൽ ഒരുപാട് പെസൻസിനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഈ ചീഫിനെയാണ് നമ്മൾ നായക്സ് അല്ലെങ്കിൽ നായകാസ് എന്ന് പറഞ്ഞിരുന്നത്. ഇവർ ഒന്നിൽ തെലുങ്ക് സംസാരിക്കും, അല്ലെങ്കിൽ കന്നഡ സംസാരിക്കും. ഒരുപാട് നായക്സ് ഈ അതോറിറ്റി ഓഫ് കിങ്ഡം വിജയനഗര എംപയറിന് എന്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഓഫൺ എന്ത് ചെയ്യും, റെബൽ ചെയ്യും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അമരനായക സിസ്റ്റം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമരനായക സിസ്റ്റം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിജയനഗര എംപയറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇന്നോവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഇക്ത സിസ്റ്റം പോലെ ആയിരുന്നു അമരനായക സിസ്റ്റം. അമരനായക എന്ന് പറയുന്നത് മിലിറ്ററി കമാൻഡേഴ്സ് ആയിരുന്നു. ഓക്കെ, അവർക്ക് ഓരോരോ ടെറിട്ടറി ഇങ്ങനെ കൊടുക്കും, രായ. അങ്ങനെ രായ കൊടുക്കുന്നതനുസരിച്ചിട്ട് അവർ ടാക്സ് വാങ്ങും, പെസൻസിൽ നിന്ന് ഡ്യൂസ് വാങ്ങും, ക്രാഫ്റ്റ്സ് പേഴ്സണും ട്രേഡേഴ്സിൽ നിന്ന് ഡ്യൂസ് വാങ്ങും. അങ്ങനെ അവരുടെ കുറച്ച് റവന്യൂ അവരുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചിരുന്നു. പക്ഷേ കുറേ മിക്കതും ഹോഴ്സിനെ നോക്കാനും എലിഫൻറ്റിനെ നോക്കാനും വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ദിസ് കണ്ടീഷൻസ് പ്രൊവൈഡഡ് ദി വിജയനഗര കിങ്സ് വിത്ത് എൻ എഫക്റ്റീവ് ഫൈറ്റിംഗ് ഫോഴ്സ് വിച്ച് gave both their entire southern peninsula under their control. അപ്പോൾ സം ഓഫ് ദി റവന്യൂ വാസ് യൂസ്ഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെമ്പിൾ ആൻഡ് ഇറിഗേഷൻ വർക്ക്സ്. അപ്പോൾ ഈ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇക്ത സിസ്റ്റം പോലെ തന്നെയാണ്. മിലിറ്ററി കമാൻഡേഴ്സിന് കുറച്ച് ഏരിയ കൊടുക്കും, അതനുസരിച്ച് അവരതിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരും. പക്ഷേ അമരനായകാസ് കിങ്ങിന് ട്രിബ്യൂട്ട് കൊടുക്കും, ആനുവലിയും പേഴ്സണലിയും ഒക്കെ കൊടുക്കും. കാരണം ഇവർക്ക് കിങ്ങുമായിട്ടുള്ള ലോയൽറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ കിങ് ഒക്കേഷണലി അവരുടെ കൺട്രോൾ ഇവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. അവർ പല ട്രാൻസ്ഫർ ഒക്കെ ചെയ്യും. നമ്മളിപ്പോൾ ഗവർണറിനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ വെച്ചാൽ മതി. However, during the course of the 17th century, most of these Nayaks established independent kingdoms, and this hastened the collapse of central imperial structure. Okay. ഞാൻ പറഞ്ഞില്ലേ, ഈ ഈ ഇതേപോലത്തെ കുറേ നായകന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്കാണ് സ്വന്തം, അവർക്ക് രാജാവാകണം, അല്ലെങ്കിൽ അവർക്ക് നാട് ഭരിക്കണം എന്നൊരു മോഹം വരും. കാരണം കുറച്ച് പവർ കൊടുക്കുമ്പം അതിൽ കയറി കളിക്കുക എന്നുള്ളത് ഈസ് എ കോമൺ ഹ്യൂമൻ ടെൻഡൻസി. അതാണ് അമര എന്ന് പറയുന്ന വേർഡ് സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് സമര എന്ന് പറയുന്ന ബാറ്റിൽ, ഇപ്പോഴത്തെ സമരം, ബാറ്റിൽ അല്ലെങ്കിൽ വാർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വരുന്നത്. ഇത് ശരിക്കും പിന്നെ പേർഷ്യൻ ടൈമായ അമീർ എന്ന് വെച്ചാൽ ഹൈ നോബിൾ എന്നാണ്, അതിൽ നിന്നും വരുന്നതെന്നും പറയാം. ഓക്കെ,
ഇനി വിജയനഗര ആൻഡ് ഇസ് ക്യാപിറ്റൽ എൻവിറോൺമെൻറ്റ്സ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മേജർ സോൺ നമുക്ക് കാണാം. ഓക്കെ, അതായത് അവരുടെ ബിൽഡിംഗ് സ്റ്റൈലിൽ 3 മേജർ സോൺ. ഒന്ന് എന്താണ്? സാക്രഡ് സെൻറ്റർ, 2 റോയൽ സെൻറ്റർ, പിന്നെ അർബൻ കോർ. കണ്ടോ, ഇങ്ങനെ 3 സെൻറ്ററായിട്ടാണ് ഇവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു സിറ്റി സെറ്റപ്പ്. ഓക്കെ, ഈ സിറ്റി സെറ്റപ്പിനെ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഒറ്റ കാര്യം എന്താണ്? ഈ റിവേഴ്സാണ്. കണ്ടോ, തുംഗഭദ്ര കണ്ടോ, ഹംപി ഇവിടെയാണ്. കണ്ടോ, തുംഗഭദ്രയുടെ എവിടെയാണ് ഹംപി ഇരിക്കുന്നത് കേട്ടോ, നിങ്ങൾ ഓർത്തോളണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. റിവേഴ്സ് ആണ് ഇതിൻ്റെ കണക്റ്റിംഗ് ലിങ്ക്. ഓക്കെ, ഇവിടെ അർബൻ കോർ, ഇവിടെ റോയൽ സെൻറ്റർ, ഇവിടെ സാക്രഡ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്ക്രിപ്ഷൻസ് വായിക്കാനായിട്ട് എപ്പിഗ്രഫിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വായിച്ചപ്പോൾ ഒരുപാട് ടെമ്പിൾസിൽ ഇങ്ങനെ ഡൊണേഷൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രാവലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇറ്റാലിയക്കാരനായ നിക്കോളോ ഡി കോണ്ടി. പിന്നെ അബ്ദുൾ റസാഖ്, ഒരു അംബാസഡറാണ്, പേർഷ്യയിൽ നിന്ന് സെൻഡ് ചെയ്ത അബ്ദുൾ റസാഖ്. പിന്നെ ഒരു മെർച്ചൻറ്റ് അഫാനിസി നിക്കിറ്റിൻ, റഷ്യയിൽ നിന്ന് വന്ന അഫാനിസി നിക്കിറ്റിൻ. ഇവരെല്ലാം 15th സെഞ്ച്വറിയിൽ വന്നവരാണ്. പിന്നെ 16th സെഞ്ച്വറിയിൽ വന്ന ആൾക്കാരാണ് ഡുവാർട്ടെ ബാർബോസോ, ഡൊമിംഗോ പയസ്, ഫെർണാണ്ടോ നൂനിസ്. ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു ഡൊമിംഗോ പയസ്, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡുവാർട്ടെ ബാർബോസോ, ഡൊമിംഗോ പയസ്, ഫെർണാണ്ടോ നൂനിസ് ഇവരൊക്കെ പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവർ 3 പേരും 16th സെഞ്ച്വറിയിൽ വന്നതാണ്. നിക്കോളോ ഡി കോണ്ടി, അബ്ദുൾ റസാഖ് ആൻഡ് അഫാനിസി നിക്കിറ്റിൻ. ഇവർ 3 പേരും 15th സെഞ്ച്വറിയിൽ വിജയനഗര എംപയറിനെ കണ്ടിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ഡൊമിംഗോ പയസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. The size of the city I do not write here because it cannot all be seen from any one spot. But I climbed a hill when I could see a great part of it. I could not see it all because it lies between the several range of hills. What I saw from thence seemed to be as a largest Rome and a very beautiful sight. There are many groves and trees within, in the gardens of the houses, and many conduits of water which flow into the midst of it, and in places there are lakes, and the king has to choose close to his palace a palm grove and other rich fruit bearing trees. ഇത് ഒരു എന്താ പറയുക, വിജയനഗര എംപയറിനെ പറ്റി പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്, വലിയ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് വാട്ടർ റിസോഴ്സസ്. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചറിന് വിജയനഗരനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ഇറ്റ്സ് വാട്ടർ. നാച്ചുറൽ ബേസിൻ, അതായത് തുംഗഭദ്രയാണ് നോർത്ത് ഈസ്റ്റിൽ പോകുന്നത്. ഈ നമ്പർ ഓഫ് സ്ട്രീംസ് ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് വരുന്നത്. ഒരുപാട് എംപാങ്ക്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിസർവോയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് എംപാങ്ക്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം പെനിൻസുലയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ആരിഡ് സോൺസ് ആയിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാനും അത് ബാക്കി സിറ്റിയിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ടാങ്കാണ് കമലപുരം ടാങ്ക്. ഓക്കെ, അതിന് റോയൽ സെൻറ്ററിൽ നിന്ന് വരുന്ന റോയൽ സെൻറ്ററിലേക്ക് ഇതിൽ നിന്ന് പോയിട്ടുണ്ട് വെള്ളം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാക്രഡ് സെൻറ്റർ ഉണ്ടായിരുന്നു, ഒരു അർബൻ കോർ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ചെയ്തത് സംഗമ ഡൈനസ്റ്റിയാണ് കേട്ടോ, സംഗമ ഡൈനസ്റ്റി. ഇനി ഫോർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സിറ്റി പോവുകയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അബ്ദുൾ റസാഖിനെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരനാണ് ഇതിനെപ്പറ്റി വലിയ രീതിയിൽ പറയുന്നത്, ഫോർട്ട്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, പുള്ളി പറഞ്ഞിരിക്കുന്നത് സിറ്റിയിൽ മാത്രമല്ല അഗ്രികൾച്ചർ ഹിൻഡർലാൻഡ്സിലും ഫോറസ്റ്റിലും ഒക്കെ ഫോർട്ട്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഔട്ടർ മോസ്റ്റ് വാൾ എന്ന് പറയുന്നത് ഹില്ലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യും, മാസീവായിട്ട് മാസൻട്രി കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതുപോലെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ സിമെൻ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമെൻറ്റിങ് കൺസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റോൺ ബ്ലോക്സ് വെഡ്ജ് ഷേപ്പ്ഡ് ആയിരുന്നു. അപ്പോൾ ആ പ്ലേസിൽ തന്നെ ഇരിക്കും, വേറെ ഇറങ്ങി പോകത്തില്ല. ഓക്കെ, ആൻഡ് വാൾസ് വർ എർത്ത് പാക്ഡ് വിത്ത് റബ്ബർ. സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പാസ്റ്റൻസ് ആയിരുന്നു ഔട്ട്വേർഡിൽ പ്രൊജക്ഷൻ. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഫോർട്ട് ഈവൻ അഗ്രികൾച്ചറൽ ട്രാക്റ്റ് പോലും, നെൽപ്പാടങ്ങൾ പോലും എന്ത് ചെയ്തിരുന്നു, ഫോർട്ടിഫിക്കേഷൻ നടത്തിയിരുന്നു. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും തേർഡും വാൾസിനിടയ്ക്ക് കൾട്ടിവേറ്റഡ് ഫീൽഡ്സും ഗാർഡൻസും ഉണ്ടായിരുന്നു. അതായത് ഇത് ആദ്യത്തെ വാൾ, ഇത് രണ്ടാമത്തെ വാൾ, ഇത് മൂന്നാമത്തെ വാൾ. ഇതിനകത്ത് കൾട്ടിവേറ്റഡ് ട്രാക്ട്സ് ഉണ്ടായിരുന്നു, ഫീൽഡ്സ് ഉണ്ടായിരുന്നു, ഗാർഡൻസ് ഉണ്ടായിരുന്നു, ഹൗസസ് ഉണ്ടായിരുന്നു. അതാണ്. ഓക്കെ, ആദ്യത്തെ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷം നമ്മൾ കാണുന്നത് കുറേ നെൽപ്പാടങ്ങളാണ്. അതിനുശേഷം കുറച്ച് ഗാർഡൻസ്, പിന്നെ കുറച്ച് വെള്ളം. അങ്ങനെ വെള്ളം വരുന്നത് ലേക്സിൽ നിന്നാണ്. ഇങ്ങനെ രീതിയിൽ വലിയ രീതിയിൽ എലാബറേറ്റ് കനാൽ സിസ്റ്റവും നമ്മുടെ തുംഗഭദ്രയിൽ നിന്ന് അവർ എടുത്തിരുന്നു. കേട്ടോ, ഇതൊരു ഫോർട്ടിഫിക്കേഷൻ വാളാണ്, ഗേറ്റ് വേ ടു ദ ഫോർട്ടിഫിക്കേഷൻ വാൾ. ഫോർട്ടിഫിക്കേഷൻ വാൾ നമ്മൾ ആദ്യം കണ്ടായിരുന്നു, കണ്ടോ? സിമെൻ്റ് ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. അതാണ് അതിനകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം.
അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അഗ്രികൾച്ചറൽ ട്രാക്ട്സ് ഫോർട്ടിഫൈഡ് ഏരിയയിലേക്ക് വരുന്നത്? കാരണം നമ്മുടെ ഇവർ വെളിയിലേക്കൊക്കെ ഇങ്ങനെ അറ്റാക്ക് വരുമ്പോൾ വിശപ്പ് അടക്കാതിരിക്കണമല്ലോ, വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയാം. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങൾ. അതേപോലെ സെക്കൻഡ് ലൈൻ ഓഫ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നർ അർബൻ കോംപ്ലക്സിന് ചുറ്റുമായിരുന്നു. ആദ്യത്തേത് അഗ്രികൾച്ചർ, രണ്ടാമത്തേത് അർബൻ കോംപ്ലക്സ്, മൂന്നാമത്തേത് റോയൽ സെൻറ്റർ. അപ്പോൾ ഇതെല്ലാം ഹൈ വാൾസ് കൊണ്ട് ഫോർട്ടിഫൈ ചെയ്തിരുന്നു. വലിയ ഗാർഡഡ് ഗേറ്റ്സ് ഉണ്ടായിരുന്നു മേജർ റോഡ്സിലേക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആർച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് എനിക്കറിയില്ല, ഈ ഒരു ആർച്ച് നിങ്ങളിത് ശ്രദ്ധിച്ചോ? ഇത് വിജയനഗര എംപയറിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഡൗട്ട്. കാരണം സൗത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ ആർച്ച്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. ഈ ആർച്ച്ഡ് സംഭവങ്ങൾ ഈസ് കമ്മിങ് ഫ്രം പേർഷ്യ. ഓക്കെ, പേർഷ്യൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റുമായിട്ടുള്ള ലിങ്ക്സ് ആണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരു ആർക്കിടെക്ചർ പഠിക്കുമ്പം അങ്ങനെ നോക്കണം, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇവരൊക്കെ ഒരു ആർക്വേറ്റ് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആർച്ച് എന്ന് പറയുന്നത് ആക്ച്വലി അവരും ഡൽഹി സുൽത്താനേറ്റുമായിട്ട് നല്ല കമ്പനി ആയിരുന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? ടർക്കിഷ് സുൽത്താൻസുമായിട്ട് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ ഇങ്ങനെയാണ് പഠിക്കുന്നത്, മനസ്സിലായോ? നോക്കുക, ആ സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ടെമ്പിളൊക്കെ ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണോ ഇത് ഡിറൈവ് ചെയ്ത? അല്ല, ഇത് ഓഫ് കോഴ്സ് പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആണ്. ഇവൻ്റെ ഡോം വരെ ഉണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട്. സോ ഇറ്റ്സ് ഫ്രം ഡൽഹി ടർക്കിഷ് സുൽത്താനേറ്റ്സ്. ഓക്കെ, സോ അതാണ് അത് കഴിഞ്ഞ് നമ്മൾ അർബൻ കോറിലേക്ക് വരികയാണ്. അർബൻ കോർ എന്ന് പറയുമ്പോൾ ഒരുപാട് റോഡ്സ് ഉണ്ട്, നമ്മളിപ്പോഴത്തെ അർബൻ സിറ്റി പോലെ തന്നെയാണ്. ഓക്കെ, ഫൈൻ ചൈനീസ് പോർസിലെയിൻ പാത്രങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് റിച്ച് ട്രേഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അറിയിക്കുന്നു. അതേപോലെ മണ്ഡപാസ് ഉണ്ട്. ഓക്കെ, മണ്ഡപാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹംപിയിൽ മണ്ഡപാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പീപ്പിൾസിൻ്റെ ഹൗസസ് വെയർ താച്ച്ഡ് ആയിരുന്നു. അതേപോലെ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്പൺ പ്ലേസസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫീൽഡ് സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കൾസും ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതാണ് ചൈനീസ് പോർസിലെയിൻ്റെ, ഇതാണ് നമ്മുടെ മണ്ഡപ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി റോയൽ സെൻറ്റർ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് കണ്ടുകൊണ്ടിരുന്നത്. റോയൽ സെൻറ്റർ 60 ടെമ്പിൾസോളം ഉണ്ട്. ഓക്കെ, റോയൽ സെൻറ്റർ എന്ന് പറയുന്നെങ്കിൽ പോലും ഇവിടെ 60 ടെമ്പിൾസോളം ഉണ്ട്. ഒരുപാട് ബിൽഡിംഗ് കോംപ്ലക്സസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഒരുപാട് ഫങ്ഷൻസൊക്കെ അവിടെ നടന്നിരുന്നു. ഇനി മഹാനവമി ദിബ്ബ. ഓക്കെ, കിങ്സ് പാലസ് എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് എവിഡൻസ് തരുന്നില്ല, അത് റോയൽ റെസിഡൻസ് ആണെന്നുള്ള എവിഡൻസ് തരുന്നില്ല. പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ടോ, ഒന്ന് ഓഡിയൻസ് ഹാളും പിന്നെ മഹാനവമി ദിബ്ബ. ഇത് രണ്ടും ഇവരെ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നു റോയൽ ഇതിൽ. അപ്പോൾ എൻ്റയർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹൈ ഡബിൾഡ് വാളിൽ അതിനിടയ്ക്ക് സ്ട്രീറ്റും ഉണ്ട്. ആ രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. ഓഡിയൻസ് ഹാൾ എന്ന് പറയുന്നത് ഹൈ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സ്റ്റേജ് എന്നൊക്കെ പറയില്ല, അതുപോലെ അതിൽ പില്ലേഴ്സ് ഉണ്ട്, വുഡൻ പില്ലേഴ്സ് ആയിരുന്നു. ഗ്ലോസും റെഗുലർ ഇൻ്റർവെൽസും സ്ലോട്ട് ചെയ്തായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു, അതുപോലെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത് ഒരു ഹൈറ്റിൽ നിന്നും വലിയൊരു ഹൈറ്റിലേക്ക്, ഇതാണ് മഹാനവമി ദിബ്ബ. കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഈ സംഭവം വന്നേക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദി മഹാനവമി ദിബ്ബ. അപ്പോൾ ഒരു വുഡൻ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, പക്ഷേ സൂക്ഷിച്ച് നോക്കണം. Okay, so rituals associated with the structure probably coincide with മഹാനവമി. 10-day ഹിന്ദു ഫെസ്റ്റിവലായ മഹാനവമിയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ, ദുർഗാ പൂജ, ദസറ, ഇതൊക്കെ ഇവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. കണ്ടോ, ഇവരുടെ സ്ട്രക്ചറാണ് ലോട്ടസ് മഹൽ. കണ്ടോ, ലോട്ടസ് മഹലിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, എലവേഷൻ എന്ന് വെച്ചാൽ ഇത് എലവേഷനാണ്. എലവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ വ്യൂ, നമ്മളെങ്ങനെ ഒരു പ്ലാനിൽ പറയുന്ന സാധനം. ഓക്കെ, പിന്നെ എന്താണ്, മഹാനവമി ദിബ്ബയിലാണ് ഈ ആൾക്കാർ അവിടുത്തെ രാജാവ് അവരുടെ പവർ എക്സേർട്ട് ചെയ്ത് കാണിക്കുന്ന സംഭവം. ഓക്കെ, വേറെ ഒന്നും അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. കണ്ടോ, ഈ ലോട്ടസ് മഹലിൻ്റെ ആർക്ക് കണ്ടോ നിങ്ങൾ? നമ്മുടെ ഇന്ത്യയിൽ ആ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റ് വരുന്നതിന് മുന്നേ വരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ദേവികളുടെ പടം, ദൈവത്തിൻ്റെ പടം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ടർക്കിഷ് ഇത് വന്നതിന് ശേഷം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ കാരണമാണ് നമ്മൾ പൂക്കൾ ഇൻക്ലൂഡ് ചെയ്താൽ തുടങ്ങിയത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ആർക്കിടെക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ്. ബ്രിട്ടീഷ് ട്രാവലറാണ് ഇതിനെ ലോട്ടസ് മഹൽ എന്ന് പേ ചെയ്തത്. ശരി, റൊമാൻറ്റിക് അല്ല, പക്ഷേ എന്നാൽ പോലെ ലോട്ടസ് മഹൽ, ഇതാണ് ലോട്ടസ് മഹൽ. കണ്ടോ? ഓക്കെ,
ഇത് മെക്കിൻസി പറഞ്ഞിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. എലിഫൻറ്റ് സ്റ്റേബിൾസ് ആയിരുന്നു, ഇതിൽ എലിഫൻറ്റ് സ്റ്റേബിൾസ് ഉണ്ടായിരുന്നു കണ്ടോ. ഇതിനകത്താണ് എലിഫൻറ്റിനെ എന്താ പറയുക, എലിഫൻറ്റിൻ്റെ സ്ഥലം. ഓക്കെ, എലിഫൻറ്റ് നമ്മൾ സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഏകദേശം ഇതേപോലെ തന്നെയാണ് എലിഫൻറ്റ് സ്റ്റേബിൾ ഉള്ളത്. ഓക്കെ, സോ അതുണ്ടായിരുന്നു. ഇത് ഹസാറ രാമ ടെമ്പിളിൻ്റെ ആ ഒരു സ്കൾപ്ചറാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സൗത്ത് ഇന്ത്യയിലതാണെന്ന്, മനസ്സിലായില്ലേ. അതുപോലെ മധുരയിലെ ഒരു ഇൻറ്റീരിയർ ഹാളാണ് കണ്ടോ. ഇങ്ങനത്തെ ആർക്ക് സംഭവം വരുന്നത് പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഓക്കെ, ഇത് ഹസാര രാമ ടെമ്പിളാണ് കേട്ടോ. ഹസാര രാമ ടെമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്തേൺ എൻഡിൽ നമ്മൾ കാണുന്നത് തുംഗഭദ്രയുടെ സ്ഥലത്താണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ മങ്കി കിങ്ഡം അല്ലെങ്കിൽ സുഗ്രീവ എന്നൊക്കെ പറയുന്ന മങ്കി കിങ്ഡം എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. ഓക്കെ, രാമായണത്തിൽ പറയുന്ന സ്ഥലം. അത് പറയുന്നതെന്ന് വെച്ചാൽ പമ്പാദേവി. ഓക്കെ, പമ്പാദേവി വിരൂപക്ഷയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെനൻസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗാർഡിയൻ ഡൈറ്റി ഓഫ് കിങ്ഡം. വിരൂപക്ഷ എന്ന് പറയുന്നത് ശിവൻ്റെ വേറൊരു ഫോമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഗാർഡിയൻ ഡൈറ്റി ആയിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇവരുടെ മാരേജിനെയാണ്, അതായത് പമ്പാദേവിൻ്റെയും വിരൂപക്ഷയുടെയും മാരേജ് തന്നെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡൈനസ്റ്റീസ് പല്ലവ, ചാലുക്യ, ഹോയ്സാല, ചോള ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കാണുന്നത് അവരുടെ ടെമ്പിൾ ആർക്കിടെക്ചറിലാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവരെയും കാണുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറിലാണ്. ഓക്കെ, മതി. ഇനി ഗോപുരവും മണ്ഡപവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗോപുരം എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ വെക്കുന്ന സാധനം അല്ലേ. മണ്ഡപ എന്ന് പറയുന്നത്, ഗോപുരം എന്ന് പറഞ്ഞാൽ റോയൽ ഗേറ്റ് വേ. ഓക്കെ, ഗേറ്റ് വേ നമ്മളിലേക്ക് വരുന്ന റോയലായിട്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമ്മുടെ ഇതിലെ ടെമ്പിൾ ആർക്കിടെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് ഞാൻ പിന്നെ ചെയ്യാം. ഇനി ഇതാണ് ഡാൻസ് മഹൽ. ഇത് നമ്മുടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മണ്ഡപാസ് അല്ലെങ്കിൽ പാവിലിയോൺസ് എന്ന് പറയുന്നത് ഡാൻസ് സ്ട്രക്ചറായിരുന്നു. ഓക്കെ, വിട്ടാല ടെമ്പിൾ, വിരൂപക്ഷ അല്ലെങ്കിൽ വിട്ടാല ടെമ്പിളിൽ നമുക്കിത് കാണാൻ പറ്റും. ഇത് വിജയനഗര എംപയറിലുണ്ടായിരുന്ന മണ്ഡപാസാണ്. മണ്ഡപാസിലാണ് എന്ത് നടത്തുന്നത്, മാരേജും ഡാൻസസും ഒക്കെ നടത്തുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ബാക്കി ഞാൻ ഇത് തൊട്ട് ഞാൻ അടുത്ത ക്ലാസ്സിന് എടുക്കാം. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് താങ്ക് യു സോ മച്ച്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഇതുവരെ എത്തില്ല. ആൻഡ് ഞാൻ എത്തിയെന്നല്ല, ബട്ട് സ്റ്റിൽ യുവർ സപ്പോർട്ട് മേക്ക് മീ വാണ്ട് ടു ഡു മോർ ആൻഡ് മോർ വീഡിയോസ്. ഓക്കെ, സോ ഞാൻ അളവില്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അളവില്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് എനിവൺ ക്യാൻ ഓഫർ യു, ആൻഡ് ഹാവ് ഇറ്റ് ആൻഡ് make them change your life. Okay.